മാർക്കോയുടെ വൻ വിജയത്തിന് ശേഷം അനീഫ് അദീനി ബോളിവുഡിലേക്ക് കടക്കുന്നു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസുമായി ചേർന്ന്, അല്ലെങ്കിൽ കരൺ ജോഹറാണ് അനീഫ് അദീനിയുടെ ബോളിവുഡ് എൻട്രിക്ക് വഴിയൊരുക്കുന്നതെന്നൊരു വാർത്ത കേട്ടിരുന്നു. സത്യമാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു അൺഒഫീഷ്യലായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പം ഒരു ഹൈ ഒക്ടേൻ ആക്ഷൻ ത്രില്ലർ കരൺ ജോഹറുമായിട്ട് ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്. പക്ഷേ അദ്ദേഹം കൺഫേംഡ് ആയിട്ടൊരു പ്രൊജക്റ്റ് അജയ് വാസുദേവുമായിട്ട് ചേർന്നിട്ട് അനീഫ് അദീനി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അജയ് വാസുദേവ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം ഉടനെ വരുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് വരുന്നതാണ്. എന്തായാലും അനീഫ് അദീനി മാർക്കോ കണ്ടവർക്കറിയാം, അദ്ദേഹത്തിന് നല്ലൊരു ആക്ഷൻ ത്രില്ലർ ബോളിവുഡിലായാലും അത്യാവശ്യം ബഡ്ജറ്റ് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇത് മാർക്കോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം. അപ്പോൾ അത് ചിലപ്പോൾ കാരണം ഹിന്ദിയിലേക്ക് ഒരുപാട് ഓളം ഉണ്ടാക്കിയതുകൊണ്ട് ഹനീഫ് അദീനി വെച്ചിട്ട് കരൺ ജോഹർ നിർമ്മിക്കാനും സാധ്യത കൂടുതലാണ്. അതുപോലെ ഗുഡ് ബാഡ് അഗ്ലി നാളെ ടീസർ ഇറങ്ങുന്നുണ്ട്. 90 സെക്കൻഡോ അങ്ങാണ്ട് 90 സെക്കൻഡ് മേളിലെങ്ങാണ്ടുള്ള ടീസറാണെന്ന് തോന്നുന്നു. കാലഘട്ടത്തിലുള്ള അജിത്തിനെയാണോ ആദിത്യ രവിചന്ദ്രൻ ഇതിലും പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ബൈ.